രണ്ടുപേരുടെ വിക്കിപീഡിയയിൽ പോലും ഇല്ല. Yeah, we should get somebody to add it. Why is this such a secret? നമുക്ക് തന്നെ ആഡ് ചെയ്യാം. അതെ, അച്ഛൻ ആ സമയത്ത് ഡോണും തലാഷും ആ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തോണ്ട് നമ്മൾ ഷാറുഖ് ഖാനും ആമിർ ഖാനൊക്കെ കണ്ട് യൂസ്ഡ് ആയിരുന്നു. പക്ഷെ മമ്മൂക്കി മോഹൻലാൽ കാണാൻ കിട്ടില്ലല്ലോ. സോ ഈ ഷൂട്ടിംഗ് വിത്ത് മമ്മൂക്ക. അപ്പൊ നമ്മൾ എക്സൈറ്റഡ് ആയി കാണാൻ പോയതാ. മറ്റൊരാളോട് തോന്നുന്ന അട്രാക്ഷൻ ഈ സൊസൈറ്റി സെറ്റ് ചെയ്ത് ചില ബാരിയേഴ്സ് ഉണ്ട്. യങ്ങർ ഗേൾ, ഓൾഡർ മാൻ, ഒരു കൺവെൻഷനലി ആക്സെപ്റ്റഡ് സിറ്റുവേഷൻ, ഒരു രീതിയുള്ളത്. പക്ഷെ നമുക്ക് ഓർഗാനിക്കായി ഫീലിങ്സ് we can feel towards anybody. പക്ഷേ if there is one thing പുള്ളിനെ കുറിച്ച് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ what is it? അടിപൊളി ഫുഡിയാണ്. ചേട്ടനോട് പോയി ഫുഡ് കഴിക്കാൻ ഭയങ്കര favorite quality in a person. I think I will get along with him. വിനീതേട്ടനും ചേട്ടനും I want to be friends with them. eat a lot of food. രണ്ടുപേർക്കും അവരുടെ പ്ലേറ്റിൽ you taking things from my plate. വിനീതേട്ടന്റെ പ്ലേറ്റ് ഒന്നും എടുക്കാൻ പാടില്ല. നമ്മൾ വർക്ക് ഇൻ ഇൻഡസ്ട്രി അങ്ങനെയാണ് ആക്ച്വലി. സത്യം പറഞ്ഞാൽ ആൾക്കാർ നമ്മളൊരു ലെവൽ നോക്കിയിട്ടാണ് അക്കോർഡിംഗ്ലി നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. they were casting for 2 movies with Dulquer ആ സമയത്ത്. I think they were looking for a girl for ABCD and they were looking for a girl for പട്ടം പോലെ. സോ അങ്ങനെ he was like ഈ കുട്ടീനെ ഏതെങ്കിലും ഒരു പടത്തിൽ നമുക്ക് എടുക്കാലോ. they were like hunting for a girl for Dulquer. പക്ഷെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടായ കുറെ പടങ്ങളുണ്ട്. Thank God I didn't do it. ഒരു പിടിയും തരാത്ത കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. ഇത് ആക്ച്വലി വന്നപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ഇപ്പൊ പുറകെ കാര്യങ്ങളൊക്കെ വരും എന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും വന്നില്ല. പക്ഷെ ആ പോസ്റ്ററിലുള്ള 2 ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരോട് നേരിട്ട് ചോദിക്കാം. മാളവിക മോഹൻ ആൻഡ് മാത്യു തോമസ്, വെൽക്കം ടു ഓൺ എയർ വിത്ത് മഞ്ജു. Thank you മഞ്ജു. ഈ പറഞ്ഞ മാതിരിയാണ്, ഈ കാണുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പോസ്റ്ററാണ്, പക്ഷെ ഒരു ഐഡിയയും കിട്ടൂല എന്താണ് സിനിമ എന്ന്. വാട്ട് ഇസ് ക്രിസ്റ്റി ഓൾ അബൌട്ട്? രണ്ടുപേരുടെ വിക്കിപീഡിയയിൽ പോലും ഇല്ല. We should get somebody to add it. Why is this such a secret? നമുക്ക് തന്നെ ആഡ് ചെയ്യാം. അതെ, നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞ ലഞ്ച് ബ്രേക്കിലെ. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പോയി ചെയ്തോ. പറ, എന്താ ഇത്ര സീക്രട്ട് ആയിട്ടുള്ള? You start, I'll contribute. ക്രിസ്റ്റി മാളവിയാണ് ക്രിസ്റ്റി ചെയ്യുന്നത്. ഓക്കെ. എന്റെ ക്യാരക്ടർ പേര് റോയ് എന്നാണ്. റോയ് പഠിക്കാനൊക്കെ ഭയങ്കര വീക്കായിട്ട്, പഠിക്കാൻ താല്പര്യമില്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പം അവന്റെ മാമി അവനെ പിടിച്ചിട്ട് ഒരു ചേച്ചിയുടെ അടുത്ത് ട്യൂഷൻ വിടും, ആണ് ക്രിസ്റ്റി. അപ്പോൾ ഇവൻ ആദ്യം പതുക്കെ ട്യൂഷനിൽ ഇങ്ങനെ പഠിച്ചു വന്നപ്പോ സ്ലോലി അവന് മറ്റേ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ പതുക്കെ ഇഷ്ടം തോന്നുന്നു, ഭയങ്കരമായിട്ട് പ്രണയം തോന്നുന്നു. ഐ മീൻ ബിയോണ്ട് ഏജും ഇതൊന്നും നോക്കാണ്ട് അവന് ഭയങ്കരമായിട്ട് ചേച്ചിയായിട്ട് ഭയങ്കര ഇഷ്ടവും അതൊക്കെ തോന്നുന്നു. അതാണ് ബേസിക്കലി പടം. അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഈ 2 ക്യാരക്ടേഴ്സിന് തമ്മിലുള്ള ഒരു ഇന്റർപേഴ്സണൽ ജേർണിയാണ്. അവർ സ്റ്റാർട്ട് ഓഫ് ആവുന്ന ഒരു പോയിന്റും എങ്ങോട്ടേക്കാണ്, ലൈക്ക് വേർ ഡസ് ലൈഫ് ടേക്ക് ദം. ആൻഡ് നമുക്കിപ്പം മറ്റൊരാളോട് തോന്നുന്ന അട്രാക്ഷൻ ഈ സൊസൈറ്റി സെറ്റ് ചെയ്ത് ചില ബാരിയേഴ്സ് ഉണ്ട്. യങ്ങർ ഗേൾ, ഓൾഡർ മാൻ, ഒരു കൺവെൻഷനലി ആക്സെപ്റ്റഡ് സിറ്റുവേഷൻ, ഒരു രീതിയുള്ളത്. പക്ഷെ നമുക്ക് ഓർഗാനിക്കായി ഫീലിങ്സ് we can feel towards anybody. അതൊരു പ്ലാൻ ചെയ്യുന്നതല്ല, അതൊരു പ്രാക്ടിക്കൽ ഡിസിഷൻ അല്ല. It happens. So it happens like that with Roy, where he starts feelings to Christy. ബാക്കിയാണ് കഥ. അത് പറയാൻ പറ്റില്ല, ഞാനും വിചാരിച്ചു ദൈവമേ. ഓക്കെ, അപ്പം മാളവികയുടെ ഒരു പോസ്റ്റ്, ഈ നമ്മുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഷെയർ ചെയ്തപ്പോ എ വെരി ക്ലോസ് ടു ഹാർട്ട് അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ പോസ്റ്റർ ഷെയർ ചെയ്തത്. ബട്ട് വൈ? ആ സമയത്ത് ഞാൻ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഒരു മലയാളം പടം ചെയ്യണം, I was not looking for one actively. I love Malayalam films as an audience. But it's been so long since I've acted in one. I was not looking at doing one. I was doing back-to-back Tamil, Telugu, Hindi. It suddenly one project. Everything happened so suddenly. And the first thing I noticed, the first team. I had seen Mathew's previous movies. I'm a big fan of Kumblani Nights also.
And I thought he was superb in his first movie. How he was so good in his first പടത്തിൽ തന്നെ. ജീവിക്കായിരുന്നു. So he was there. Then Benjamin sir, Indugopan sir, Govind Vasanta. I was like, what is this project? It's such a... Ade nallore team aanallo. You know, what is... I need to find out more about this. And director, new director aanallo. Appo namakku context illa compare cheyan vendi. Anandetan came after I came on board. Oh, actually. So aa samayathu cinematographer finalized ആയിരുന്നില്ല. Okay. And I heard it and I was like, okay, this sounds very interesting. Not what I planned, but that's the beauty of our profession. നമ്മൾ പ്ലാൻ ചെയ്തൊന്നും നടക്കില്ല. നമ്മൾ പ്ലാൻ ചെയ്യാത്തതാണ്. That is what, yeah, that is life. So I said, okay, you know, I would really like to. It'll be very interesting. And I really wanted to do a love story. ആ സമയത്ത് I was like, it's been so long. അത് I remember. ഏതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ഞാൻ love story ചെയ്തിട്ടില്ല. You badly wanted that cliched romantic feel. I badly wanted a cliched romantic thing. ശരിക്കും പറഞ്ഞില്ല അങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ you wanted that slow motion നടപ്പ് കാറ്റ് മുടി പറക്കുന്നത്. I got a very uncliched romantic film. അതാണ് cliche അല്ല, അത് ഒരു realistic portrayal, but I did get in slow motion അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കിട്ടിയിട്ടുണ്ട്. slow motion അതേ ഹാപ്പി ആയിരുന്നു. Okay, something അതെ നല്ല ബ്യൂട്ടിഫുൾ വിഷ്വൽസും കിട്ടിയിട്ടുണ്ട്. താങ്ക്സ് ടു ആനന്ദ്. ആൻഡ് ബ്യൂട്ടിഫുൾ മ്യൂസിക്കും കിട്ടിയിട്ടുണ്ടല്ലോ. ഗോവിന്ദ് പാട്ടും കിട്ടി. അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ടിക്ക് മാർക്സ് ആണ്. അപ്പൊ ഒരു ബ്രേക്കിന് ശേഷം അങ്ങനെ ഒരു മലയാളം മൂവി വന്നപ്പോ ചോദിച്ചില്ല അതെന്താ വൈ മീ എന്ന്? I asked that actually to Alvin. എന്തായാലും പറഞ്ഞു. Alvin said എനിക്ക് ഈ ക്യാരക്ടറിന് വേണ്ടി ഒരു I really wanted a beautiful looking girl. He said ഈ ക്യാരക്ടറിന്റെ ഭംഗി തന്നെ, you know, I wanted her to be very conventionally pretty looking. Okay. So the boy sees her and feels the feelings. I don't know why this നാളെ വരുന്നു. അല്ല നാളല്ല. He wanted a more realistic, ഒരു girl next door pretty kind of look. ഓ മാത്യു, നമ്മള് നേരത്തെ ഞാൻ വന്നപ്പോ പറഞ്ഞ പോലെ ധ്യാന്റെ ഇന്റർവ്യൂല് ധ്യാൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. മാത്യു എന്ന് പറഞ്ഞ ഈ പ്രായത്തിൽ തന്നെ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് ഓടിച്ചാടി നടക്കുന്ന ഒരു മനുഷ്യനാണ്. അവന് പാവം ചൂസ് ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാൻ. എനിക്ക് അങ്ങനെ ചൂസ് ചെയ്യണ്ടല്ലോ എന്ന്. അങ്ങനെ ക്രിസ്റ്റി ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? വാട്ട് ഇസ് ദാറ്റ് വൺ ഫാക്ടർ? ക്രിസ്റ്റി, ഞാൻ ആക്ച്വലി തണ്ണീർമത്തം കഴിഞ്ഞ് എന്റെ സെക്കൻഡ് പടം കഴിഞ്ഞിട്ട് കേട്ട ആദ്യത്തെ സ്ക്രിപ്റ്റ് ക്രിസ്റ്റിയാണ്. ആക്ച്വലി റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ഒന്ന് ഇതാണ് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി. അതിന്റെ ഒരു എനർജി ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ അങ്ങനെ പറയുമായിരുന്നു, നമുക്ക് കുറെ ചെയ്യാനുള്ള ക്യാരക്ടറാണ് അങ്ങനെയൊക്കെ പറയാം. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് റോളാണ് റോയ് എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടർ. കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു സ്പേസ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻസ് ഒക്കെ അതിലുണ്ട്. അപ്പൊ അതൊക്കെ എന്നെ എക്സൈറ്റ് ചെയ്യിച്ചു. പിന്നെ ബെന്യാമിൻ സാർ, ഇന്ദുഗോപൻ സാർ, അതൊക്കെ അതെ അതെ ഡെഫിനറ്റ്ലി. ഇപ്പൊ പറഞ്ഞ മാതിരി കൊറേ സ്ക്രിപ്റ്റ്സ് വരുന്നുണ്ടാവും. പിന്നെ അല്ല അത്ര വിലയും വേണ്ട, ഉണ്ടാവും. ഇപ്പം ഞാൻ ഒരു ഇന്റർവ്യൂല് കേട്ടതാണ്, പത്രോസിന്റെ പടപ്പുകളില് ആക്ച്വലി നെസ്ലിന് പകരം മാത്യു ആയിരുന്നു. അതുപോലെ നമ്മുടെ മെജോല് മാത്യുവിന് പകരം നെസ്ലിനായിരുന്നു. അതുപോലെ വന്നു പോയ സിനിമകൾ ഉണ്ടാവുമല്ലോ, വന്നിട്ട് പല കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാതെ പോയ, അത് സ്ക്രീനിൽ കണ്ടിട്ട് ഷടാ അത് മിസ്സാക്കരുതായിരുന്നു എന്ന് തോന്നിയ സിനിമ ഉണ്ടാവും? അങ്ങനെ ഒന്നും മിസ്സാക്കാത്തോണ്ടാണ്. പത്രോസും മെജോ ലൈക്ക് അറിയാവുന്നവരോട് ഡെഫിനറ്റ്ലി നമുക്ക് നമ്മൾ ഇപ്പൊ അഭിനയിച്ചില്ലേ പോലും നമ്മൾ അതിന്റെ പാട്ടാണ്. അല്ലാണ്ട് ഒരു സിനിമയും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഉണ്ടോ വന്ന് കേട്ട സ്ക്രിപ്റ്റ് എന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു മൂവി ചെയ്തില്ല, പക്ഷെ പിന്നെ അത് സ്ക്രീനിൽ കണ്ടപ്പോ ഫീൽ ചെയ്തത്? ഇല്ല, പക്ഷെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടായ കുറെ പടങ്ങളുണ്ട്. അത് ഞാൻ പേര് ചോദിക്കുന്നില്ല, അതെനിക്ക് നെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ കുറെ തോന്നിയിട്ടുണ്ട്. താങ്ക് ഗോഡ്. നമുക്ക് ഒരു പ്രോജക്റ്റ് ചിലപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഫൈനലൈസ് ആയി, എസ്പെഷ്യലി നമ്മുടെ കരിയറിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ്, സ്ട്രഗ്ലിംഗ് സ്റ്റേജ്, till we that growing stage, maybe the director has 2-3 people in mind. So he likes you but you miss out on a project. Okay. അങ്ങനെ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. And ആ സമയത്ത് അത് വലിയൊരു ലോസ് ആയി തോന്നും. For 1 week 10 days I'm depressed and you know I'm feeling sad, I'm feeling low. You feel with self doubt, self esteem affect ചെയ്യും. അങ്ങനത്തെ ഒരു പ്രൊഫഷൻ ആണല്ലോ, ഒരു നമ്മളെ കോൺസ്റ്റന്റ്ലി ഇൻസെക്യൂർ ആക്കുന്ന ഒരു പ്രൊഫഷൻ ആണ്. The more work you do, നമ്മൾ thick skinned down. We learn how to mentally cope with it, how to deal with things in a healthy way. പക്ഷെ it's a very mentally draining profession is what I feel. പക്ഷെ അങ്ങനെ ആ സമയത്ത് ഡിപ്രസിംഗ് ആയി തോന്നി,
when the film has released, I'm like, "Ayyo, this is so bad." Everything happens. Some god was watching over me that I missed it. അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ രണ്ടുപേരുടെയും പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരിലും ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നിങ്ങൾ രണ്ടുപേരും കുറെ ലെജൻഡറി ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിന്റെ കൂടെ ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ എന്തായാലും ആ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മൾ അവരിൽ നിന്നും ശ്രദ്ധിക്കുന്ന ഒരു ഫാക്ടർ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് ആളുകളുടെ പേര് പറയാം. ഐ നെയിം എ ഫ്യൂ. അത് കേട്ടിട്ട് അവരിൽ നിന്നും അവരെ ശ്രദ്ധിച്ച ഒരു ഫാക്ടർ പറയണം കേട്ടോ. ഓക്കെ, DQ എക്സ്ട്രീംലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. സോ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കംഫർട്ടബിൾ ആക്കും. നമ്മളൊരു ഇൻക്ലൂഡ് ചെയ്ത് ഫസ്റ്റ് 2-3 days തന്നെ എക്സ്ട്രീംലി കംഫർട്ടബിൾ ആക്കി ഒരു ജെനുവൻ ഒരു റാപ്പോ അറ്റ്ലീസ്റ്റ് എൻ്റെ കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് വിച്ച് ഫസ്റ്റ് പടമാണെങ്കിലും ഐ വാസ് വെരി കംഫർട്ടബിൾ ത്രൂ ഔട്ട്. ഒരു ഫാമിലി പോലത്തെ ഒരു പടമായിരുന്നു. സോ ഹീസ് ഗോട്ട് ദാറ്റ് ക്വാളിറ്റി വിച്ച് ഐ റിയലൈസ് ലേറ്റർ. ആക്ച്വലി പട്ടമലിന്റെ സമയത്തും DQ പറയായിരുന്നു ദാറ്റ് you know, you're really spoilt, Malu, that I'm a very good co-actor. Later when you work with other people, you will realize not everybody is like this. And he was right. And you realized. He was totally right. Actually, ആ സിനിമയിലേക്ക് മമ്മൂക്കയാണോ റെഫർ ചെയ്തേ മാളുനെ? അല്ലേ? അത് ആഡ് ഫിലിമിൽ കണ്ടിട്ട്. ആ സമയത്ത് എന്റെ അച്ഛൻ സിനിമറ്റോഗ്രാഫറാണ്. അപ്പൊ ആ സമയത്ത് അച്ഛൻ മമ്മൂക്കിന്റെ കൂടെ ഒരു ആഡ് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഫിലിംസിൽ ബോംബെയിലായിരുന്നു ഷൂട്ട്. അപ്പൊ ഞാനും അമ്മയും വളരെ എക്സൈറ്റഡ് ആയി. ഓ, മമ്മൂക്കിനെ കാണാൻ കിട്ടുമല്ലോ നമുക്ക്. കാരണം അച്ഛൻ ആ സമയത്ത് ഡോണും തലാഷും ആ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തോണ്ട് നമ്മൾ ഷാറുഖ് ഖാനും ആമിർ ഖാനൊക്കെ കണ്ട് യൂസ്ഡ് ആയിരുന്നു. പക്ഷെ മമ്മൂക്കി മോഹൻലാൽ കാണാൻ കിട്ടില്ലല്ലോ. So he was shooting with Mammookka. അപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആയി കാണാൻ പോയതാ. അപ്പോൾ there he noticed me and Mammookka. They were casting for 2 movies with Dulquer ആ സമയത്ത്. I think they were looking for a girl for ABCD and they were looking for a girl for പട്ടം പോലെ. So അങ്ങനെ he was like, ഈ കുട്ടീനെ ഏതെങ്കിലും ഒരു പടത്തിൽ നമുക്ക് എടുക്കാമല്ലോ. They were like hunting for a girl for Dulquer. So for multiple projects. And it was very funny actually. Mammookka was sitting and ആ സമയത്ത് Mammookka technologically loves gadgets and technologies a lot. ആ സമയത്ത് സാംസങ് ടാബ് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഐപാഡ് ഒക്കെ ലോഞ്ച് ആവുന്നതിന് മുമ്പ്. അപ്പൊ മമ്മൂക്കിന്റെ അടുത്ത് സാംസങ് ടാബ് ഉണ്ടായിരുന്നു. സോ ഹി വാസ് ആസ്കിങ് മീ വാട്ട് ആർ യു ഡൂയിങ്, കുട്ടിക്ക് ആക്ടിംഗിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ. അപ്പൊ ഞാനിങ്ങനെ കുറച്ചിങ്ങനെ ഒരു സ്റ്റംപ്റ്റായി ഇരിക്കുന്ന ഒരു സ്റ്റേജ്. ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു? ഇല്ല, ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ജെനുവൻലി ഒരു പ്ലാൻ. ഞാൻ വെറുതെ മോഡസ്റ്റ് ആയി പറഞ്ഞല്ല. എനിക്ക് ഞാനൊരു നെവർ ഡൺ ഡ്രാമ, തിയേറ്റർ, നത്തിങ്. ഐ വാസ് വെരി ഫ്രഷ്. ആൻഡ് ഓൾസോ മമ്മൂക്കിനെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറച്ച് ബ്ലാങ്ക് ആയി പോകും. ഒരു ഓസ്ട്രക്ക് ആയിട്ട് അങ്ങനത്തെ ഒരു മൊമെന്റ് ആയിരുന്നു. ആൻഡ് ഹി സ്റ്റാർട്ടഡ് പുൾഡ് ഔട്ട് ഹിസ് ടാബ്. ഹി സ്റ്റാർട്ടഡ് ഷൂട്ടിംഗ്. ഹി വാസ് ലൈക്ക്, കുട്ടി ഒന്ന് അവിടെ വരെ നടന്നിട്ട്. അപ്പൊ മമ്മൂക്കയാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. He made me walk. He made me sit. I was talking. He was recording. പറയൂ. Different angles ഒക്കെ എടുത്ത്. ഉമ്മാതല്ല ഇൻഡസ്ട്രി മുഴുവൻ ഇങ്ങനെ ഫേമസ് ആയിട്ട് നടക്കുന്നത്. നല്ല തുടക്കമായിരുന്നു അന്ന്. ഓക്കെ, നൈസ്. അടുത്തത് ഇപ്പൊ മമ്മൂക്കയെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് മമ്മൂക്ക പേടിയുണ്ടായിരുന്നോ മാത്യു? പേടിയുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി നമ്മൾ ഈ പറഞ്ഞ പോലെ ഓസ്ട്രക്ക് ആയിട്ടാണല്ലോ നമ്മൾ ആദ്യം കാണുമ്പോൾ. കൂടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റി നമുക്കതിനെ പറ്റി പറയാം. ഹാർഡ് വർക്കിംഗ് ആണ് ഭയങ്കര. അപ്പൊ അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോൺസ്റ്റന്റ്ലി ഇപ്പൊ 40 years ആയിട്ടും പുള്ളി എന്താ പാഷൻ ഇതുവരെ വിട്ടിട്ടില്ല. ഇത് കൂടിക്കൊണ്ടിരിക്കുക, കമ്മിറ്റ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുക. ഹാർഡ് വർക്കിംഗ് പുള്ളി വീണ്ടും ഹാർഡ് വർക്ക് ചെയ്തോണ്ടിരിക്കും. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. നമുക്ക് അത്രയും സ്നേഹം വേണം, അതൊക്കെ തോന്നും. അതെ. അപ്പൊ ആ തരത്തിലൊക്കെ എന്നെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്ത്. രജനി സർ എക്സ്ട്രീംലി ഒരു കോംപ്ലിമെന്റിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. ഐ റിമെമ്പർ ഞാൻ ഈ പേട്ട പറഞ്ഞ that's the only film I've done with him. And അതിൽ ഞാൻ ലീഡ് ആക്ടർ ആയിരുന്നില്ല. ലീഡ് പറയാൻ അങ്ങനെ ഫീമെയിൽ ലീഡ്സ് സിമ്രൻ, ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് സിമ്രൻ അതേ ഉള്ളൂ മാം ആണ് ചെയ്യുന്നത്. I was playing a character in that and I was very new. So I was not even at that level where നമ്മൾ വർക്ക് ഇൻ ഇൻഡസ്ട്രി അങ്ങനെയാണ് ആക്ച്വലി. സത്യം പറഞ്ഞാൽ ആൾക്കാർ നമ്മളൊരു ലെവൽ നോക്കിയിട്ടാണ് അക്കോർഡിംഗ്ലി നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ ഹീ ടോക്സ് ടു എവ്രിബഡി ആൻഡ് ഹി ഹാസ് സപ്പോർട്ടഡ് മീ സോ മച്ച്. എൻ്റെ day 3 ഓഫ് ഷൂട്ട് ആയിരുന്നു. ആൻഡ് പടത്തിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, എനിക്കറിയില്ല കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല, പക്ഷെ പടത്തിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സീനുണ്ട്. എൻ്റെ ക്യാരക്ടറിൻ്റെ ഫാദർ ഹീസ് ബീൻ കിൽഡ്.
And ഞാൻ വന്ന് റിയാക്ട് ചെയ്ത് എൻ്റെ ബ്രദേഴ്സിനെയൊക്കെ I get angry at them, shout at them. And I didn't speak Tamil at that point. And it was a full 1-page long dialogue. I started preparing for it 1 month in advance. Because I was so scared, I will not remember. And that combination scene was with everybody. Rajni sir was there in that frame. Rajni sir undernu frame le. Trisha, Shashi Kumar, Nawazuddin Siddiqui, a lot of other people also. So I can't make a fool of myself, at least not with dialogues. So I studied everything. And 2 cameras setup ആയിരുന്നു. അപ്പോൾ ഒരു ഷോട്ടിൽ തന്നെ they okayed it. In the first take, they okayed it. And Rajni sir, and because it was a very performative scene, a very dialogue-heavy performative scene, as soon as I finished, the moment they said cut, somebody started clapping. And I turned and it was Rajni sir. He got up from his chair after seeing that scene and he started clapping. And I'm like, it shows such a big heart he has to do that for an absolute newcomer. That quality I've never seen with work. Very complimenting of everybody in a very genuine, encouraging way. Chumma angana okay, let me just say anganella. That's a beautiful. It's so much effort actually. Atri energy venallo namakku constantly to talk to people. How one said we just want to go quiet. Alle namakku nammala zone il ponam. We like, even I like being quiet in my character zone. അത് സമ്മതിക്കണം നമ്മൾ സത്യം. ദിലീഷ് പോത്തൻ ദിലീഷേട്ടൻ എനിക്ക് എന്താ എനിക്ക് അഭിനയത്തിന്റെ ഒക്കെ ബേസിക് ആക്ടിങ്ങിന്റെ ബേസിക് ഒക്കെ പറഞ്ഞു തന്നൊരു വൺ ഓഫ് ദ ആളാണ് ദിലീഷേട്ടൻ. കുമ്പളങ്ങി നടക്കുന്നതിന് മുമ്പ് കുമ്പളങ്ങിയുടെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ഒക്കെ ഭയങ്കര രസമായിരുന്നു ആക്ച്വലി അത് കാണാൻ. പിന്നെ ഒരു പടം കൂടെ അഭിനയിച്ചിട്ടുണ്ട്, പ്രകാശൻ. ഡീറ്റെയിലിംഗ് ഭയങ്കര രസമാണ് ദിലീഷന്റെ പെർഫോമൻസിൽ. ഇപ്പൊ ഒരു ഡയലോഗ് ആണെങ്കിലും അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ഇമോഷനൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ അത് ഇപ്പൊ സമയം എടുത്തിട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പുള്ളിക്ക് ദിലീഷേട്ടൻ അത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഹിനോസ് ഇതാണ്. അതെ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഒരാളത് ശ്രദ്ധിച്ചേ. എല്ലാവരും ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നത് ദിലീഷേട്ടനായിരുന്നു. ഒരു ഡയലോഗ് അതിലൊരു 2 വാക്കുകളുണ്ട്. അപ്പൊ അതിന്റെ ഒരു വാക്ക് ഒരു ഇമോഷനിലും അടുത്തത് ഗ്രാജുവലി വേറൊരു ഇമോഷനായിട്ട് മൂവ് ചെയ്തു. അപ്പൊ അതെന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങാലേ നമുക്കും. അപ്പൊ അങ്ങനെ ഭയങ്കര മൈന്യൂട്ട്ലി ക്യാരക്ടറിന് ഡെപ്ത് ഒക്കെ കൊടുക്കാനൊക്കെ അറിയാവുന്ന ഒരു ആക്ടർ. ആസ് എൻ ആക്ടർ എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ടേഴ്സ് ആണ് ദിലീഷേട്ടൻ. ആക്ച്വലി ഭയങ്കര അടിപൊളി ആക്ടറാണ് ദിലീഷേട്ടൻ. പ്രകാശിൽ അത്ര അടുത്ത് നിന്ന് കണ്ടോണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് അറിയാം. ഭയങ്കര അടിപൊളി ആക്ടറാണ് ദിലീഷേട്ടൻ. നമ്മള് ദിലീഷേട്ടനെ കാണുമ്പോ ആള് ഭയങ്കര സീരിയസ് ആണല്ലോ എല്ലായിടത്തും. പാവ ദിലീഷേട്ടൻ. മജീദ് I want to know. കണ്ടോ, എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ ഫേവറേറ്റ് എലിമെന്റ്, one thing you noticed, ഒരു ക്വാളിറ്റി ആസ് എ മേക്കർ. മജീദി സർ നമ്മൾ ക്രിയേറ്റീവ്ലി കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബിയോണ്ട് ദ ക്ലൗഡ്സിൽ കോ ആക്ടർ ഉണ്ടായിരുന്നു, ഇഷാൻ ഖട്ടർ. ഫോർ ദ സെയിം സീൻ എന്നെ ഒരു കോർണറിൽ കൊണ്ടുപോയിട്ട് to get that emotion out of me, what I need in the scene, he will talk to me indirectly about things. If I have to be angry in that scene, then maybe he will be very rude to me sometimes. Without telling me, he will be rude. ആ ഇമോഷനിലേക്ക് കൊണ്ടുവരാൻ കുറച്ചൊരു creatively manipulate. I don't mean that in a negative way. ആള് കോൺഷ്യസ്ലി ഒരു എഫേർട്ട് എടുക്കും, ഒരു ക്രിയേറ്റീവ്ലി നമ്മുടെ മൈൻഡിനെ ലൈക്ക് ആ ഒരു സ്പേസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. And for the same thing, maybe he'll deal with Ishan in a whole different way as per what his personality and his psychology is like. അപ്പോൾ നമ്മുടെ സൈക്കോളജി വെച്ച് കളിക്കുന്ന ഒരു മേക്കറാണ്, ഫുള്ളി സൈക്കോളജി വെച്ച്. Like Ishan is very thick-skinned creatively, so he uses an entirely different approach with him. I'm very sensitive, so he uses ആളുകളെ മനസ്സിലാക്കി to see what excites us, so he's constantly observing us and learning about us, and then he's using that to mold us in front of the camera. So I've never seen anybody do it like that observant, constantly that engaged with the artist. Atri engaged aanu. What is my artist feeling right now? Is she feeling sadness? Okay, I can use this here.
Is she feeling sadness but it's a happy scene? Let me turn her mood around. Okay, completely there instead of just calling the artist and being like, okay, action. Action cut മാത്രം പറയലല്ലാന്ന്. Okay. And I've read Beyond the Clouds-ൽ ദീപിക പദുക്കോൺ, കങ്കണ റണൌട്ട് അവർക്കൊക്കെ ഓഡീഷൻ ചെയ്ത റോളാണ്. അങ്ങനെയുണ്ടോ? അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാറിന്റെ കൂടെ ലുക്ക് ടെസ്റ്റ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. But then he decided to go ahead with an entirely newcomer. Okay. And one more thing. 15 ദിവസത്തിൽ 8 കിലോ കുറച്ചൊരു കഥയും കൂടെ ഞാൻ വായിച്ചായിരുന്നു. 8 kgs. He wanted me to lose it. But you did. അതിനുവേണ്ടി ഞാൻ ആക്ച്വലി ഒരു അത്ര ലോങ് ഷെഡ്യൂൾ ബ്രേക്ക് ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് എ വെരി ഷോർട്ട് ഷെഡ്യൂൾ ബ്രേക്ക്. ആൻഡ് അത് കഴിഞ്ഞിട്ട് എൻ്റെ ജയിൽ സീക്വൻസസ് ഒക്കെ ആയിരുന്നു. ഐ ഗോൺ ഇൻ ടു ജയിൽ ആൻഡ് ദേ ആർ ഷോയിങ് മീ ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ഇൻ ജയിൽ. So he wanted me to look very ഒരു തളർന്ന ഒരു depressed person, ഒരു fully that feel. തല കുളിച്ചില്ലായിരുന്നു. അത് ഞാൻ കുളിച്ചില്ല. തല ഞാൻ കുറെ നാളെ കുളിച്ചില്ല. He wanted that full haggard, dirty look, no. And then the hair is smooth ആണ്. അപ്പോൾ ഞാൻ daily wash it. Then it looks done up. So I stopped eating. I was only eating like few egg whites a day and 1 apple a day. I fully stopped eating because he wanted our look. But now when I look back, I do not agree with that method. I feel നമ്മളൊരു ആക്ടറിനോട് ഒരു 15 ഡേയ്സിൽ 8 കിലോ ഒന്നും കുറക്കാൻ പറയാൻ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. And health wise it will have long term repercussions if your body is suddenly on such a weird diet. Because after that shoot my body really collapsed. My vitamin levels fully fluctuated, all of that, which is counterproductive, no? If you have to lose weight and all, you have to give the actor a few months. He only asked, I only became enthusiastic and tried to do it. But now പറഞ്ഞത് 15 ഡേയ്സിൽ ചെയ്യാൻ തന്നെയാണോ? ആണോ? But by end of the shoot I had lost a lot of weight. I'd lost like some 6 kilos. Okay, and your Insta bio says eating a cake. Yes. ഫുൾ ടൈം ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്ന ആളാണോ? ഭയങ്കര ഫൂഡിയാണോ? ഫൂഡിയാണ്. സ്വീറ്റ്സ് ആണോ ഇഷ്ടം? കേക്ക് ആണോ ഇഷ്ടം? ഇപ്പം ഞാൻ ഒരു തമിഴ് പടം ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ഒരു ഫുൾ ഫിസിക്കൽ വർക്കും മാർഷൽ ആർട്സും അതൊക്കെ ചെയ്യേണ്ട ഒരു റോളാണ്. അപ്പോൾ I'm on a very strict diet right now. അപ്പോൾ അതുകൊണ്ട് ഓർമ്മിപ്പിക്കണ്ട. The moment you said cake, I was like, almond cake കഴിച്ചിട്ട് കുറേ നാളെ. ആനന്ദിന്റെ വൈഫ് സ്വാതി നല്ല ആമണ്ട് കേക്ക് കൊച്ചിയിൽ എനിക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമല്ലോ. My mind automatically went to all. Anand will get a call now during lunch break. It's my favorite almond cake in India. Swati's almond cake. Have you had it? Oh, you had it that night. Oh, it is so yummy. അതേതാണ് ആ കേക്ക്? ഞങ്ങൾക്കറിയില്ല. നമ്മുടെ സിനിമറ്റോഗ്രാഫർ ആനന്ദ് സി ആനന്ദിന്റെ വൈഫ് ഷെഫാണ്. ബേക്കറാണ് സ്വാതി. പാരീസിലൊക്കെ ലെ കോർഡോൺ ബ്ലൂ അവിടെയൊക്കെ ട്രെയിൻഡ് ആണ്. ഷീ മേക്സ് ദ ബെസ്റ്റ് കേക്ക്സ് ഇൻ കൊച്ചി. വിനീതേട്ടനും ഈ പറഞ്ഞ പോലെ ഭയങ്കര കോംപ്ലിമെന്റ്, നമ്മളെപ്പോഴും ചെയർ ചെയ്യുന്ന ഒരാളാണ്. ഈവൻ നമ്മളിപ്പോ ചെറിയൊരു കാര്യം ചെയ്യുന്ന പുള്ളി ആ എഫേർട്ടൊക്കെ റിയലൈസ് ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ്, നമ്മൾ ചെയ്തതൊക്കെ നല്ലതാണെന്ന് പ്രോപ്പറായിട്ട് നമ്മുടെ അടുത്ത് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ആളാണ് വിനീതേട്ടൻ. ലോകേഷ് കനകരാജ് ഈസ് വെരി ഈസി ടു വർക്ക് വിത്ത്. അതൊരു പ്രായത്തിന്റെ ആവാം. നമ്മളൊരു സെയിം ഒരു യങ് ഡയറക്ടർ ആയതുകൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഓക്കെ ഇത് ദിസ് ലുക്സ് ബാഡ്, ദിസ് ലുക്സ് ഗുഡ്. വെരി ഈസി ഗോയിങ് ടു. നമുക്കൊരു ഓക്വേർഡ്നെസ് തോന്നൂല. ഓ ഹൗ ഡു ഐ ടെൽ ഹിം ദിസ്. ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യില്ല. ആ ഒരു ഗ്യാപ്പ് ഒട്ടും ഫീൽ ചെയ്യില്ല. He makes you very comfortable. Very, very comfortable. And I've kind of seen you imitating him. ഇങ്ങനെ ഭയങ്കരമായിട്ട് മാളവിക ഇങ്ങനെ സ്പീഡിൽ വർത്താനം പറയുന്നു. I haven't seen him in very long. So I need to meet him again to imitate him. ഭയങ്കര സ്പീഡിൽ മാളവിക എന്ന് പറഞ്ഞ വെപ്രാളത്തില് കാണിക്കുന്നത് ഒരു ഇന്റർവ്യൂല് ഞാൻ He's got too much energy. Even after sleeping for 2-3 hours, Lokesh is on. You know, he's like, Malika, why do you do it like this? Come, no, we'll do it. No, it will be very good. Like, how is this human being so active? എന്താ കഴിക്കുന്നതെന്ന് ചോദിക്കുന്നത്. I sleep for 6 hours instead of 8 hours and I'm like, how is he so on all the time? ചോദിക്കാം, ഇനി എപ്പോഴെങ്കിലും കാണുമ്പോൾ നമുക്ക് ചോദിക്കാം. ജോണി ആന്റണി. ജോണി ചേട്ടൻ ഭയങ്കര ബ്രില്യന്റ് ഡയറക്ടറാണ്.
അതുകൊണ്ട് തന്നെ പുള്ളിക്കെല്ലാം അറിയാം എന്താ നടക്കുന്നത് എന്നൊക്കെ അറിയാം. അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടർ ആയതുകൊണ്ട് ഹി നോസ് വാട്ട്സ് ഹാപ്പനിങ്, എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് അപ്പൊ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ വർക്ക് ചെയ്യാൻ. വേറെ പ്രശ്നങ്ങൾ ഇല്ല. അങ്ങനെ ഈവൺ ഒന്നിലും ഇൻവോൾവ് ചെയ്യില്ല. അത് ഡയറക്ടറിന്റെ സ്പേസ്. ആ ഫുള്ളി ഒരു ഡയറക്ടർ ആയതുകൊണ്ട് അറിയാം എന്താണ് ഡയറക്ടർ എന്നൊക്കെ. അതെ അത് ഭയങ്കര, അതുകൊണ്ട് ആസ് ആൻ ആക്ടറാണ് പുള്ളി അഭിനയിക്കുന്ന പടങ്ങളിൽ വന്ന് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ഭയങ്കര കോമഡി ഒക്കെ പറഞ്ഞ് സെറ്റിലേക്ക് ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. എപ്പോഴും ചിരിച്ചോണ്ടൊക്കെ ചിരിച്ച് ഭയങ്കര ജോണ ചിരിയൊക്കെ ഭയങ്കര രസമാണ്. അത് ഭയങ്കര നമുക്ക് ഭയങ്കര പോസിറ്റീവ്. അത് തന്നെ. വിജയ് സേതുപതി. ഞാൻ വിജയ് സേതുപതി സാറിനോട് വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഒന്നും ഉണ്ടായില്ല. ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ അതെ, but that's the thing. Out of all the co-actors I've worked with, he comes home the most to my house in Bombay. He really likes my family. He really likes my mother and father. അപ്പോൾ വിജയ് സേതുപതി സാർ ബോംബെയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എന്റെ ബർത്ത്ഡേ പാർട്ടിക്കും ഇൻഫാക്ട് വന്നിട്ടുണ്ടായിരുന്നു. He comes home for lunch, dinner. I feel like from him, he's a very good conversationalist. Open eye, articulate ചെയ്യാൻ അറിയാം. Even regarding acting as an art, as a craft, he can articulate it very well. His process, his thoughts, his philosophies. So there's a lot to learn. You get a lot to learn about his process. He speaks very openly. So I feel like സിനിമയിൽ കാണുമ്പോൾ ആള് ഭയങ്കര ഫിയേഴ്സ് ആയിട്ടും ഭയങ്കര ജോളി ആയിട്ടും ഒക്കെ പോകും. പക്ഷെ ഇന്റർവ്യൂസിലൊക്കെ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ഹ്യൂമൻ ബീങ്. അങ്ങനെയാണോ ശരിക്കും? ഭയങ്കര മെന്റലി ഒരു ഡീപ് ഡൈവിംഗ് മൈൻഡ് ആണ്. He's very philosophical. He thinks a lot about. He's a thinker. So it's very interesting to hear his opinions on everything. From acting to life to family to everything, he's a very opinionated person. But even if you're sitting in the same room and just listening to him talk, you feel like you're learning so much. എന്തിനെ കുറിച്ചും പറയാനുള്ള ഒരാളാണ്. അതെ. ഓക്കേ, നൈസ്. സൗബിൻ ഷാ കുമ്പളങ്ങി മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ കോൺസ്റ്റന്റ്ലി ടച്ചിലുള്ള ആളാണ്. ഓണാണ് സൗബിക്ക എപ്പോഴും. പിന്നെ സൗബിക്കൊക്കെ പ്രിപ്പറേഷൻ ഒന്നും വേണ്ട ആവശ്യമില്ല. ഇപ്പൊ കുമ്പളങ്ങിയിലാണെങ്കിലും അതിൽ ഏറ്റവും മോസ്റ്റ് ഇമോഷണൽ സീനൊക്കെ ആക്ഷൻ പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ ഫുൾ തമാശയൊക്കെ പറഞ്ഞ് നിൽക്കുന്നതാണ്. ആക്ഷൻ പറഞ്ഞാൽ ഇല്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇമോഷണൽ ആണെങ്കിലും സീരിയസ് ആയിട്ടുള്ള സീനാണെങ്കിലും കോമഡി സീനാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ മറ്റേ എനിക്ക് പേഴ്സണലി ഇമോഷണൽ സീനൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് സമയം വേണം. എന്താണ് ആ ഒരു സോണിട്ടൊക്കെ എത്താൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ സൗബിക്ക സമയം എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഓൾവേസ് റെഡിയാണ്. എന്ത് ചെയ്യാനും മടിയില്ല. എന്ത് പറഞ്ഞാൽ വേണോന്നും അങ്ങനെയൊന്നും ഞാൻ ചോദിക്കണ കണ്ടിട്ടില്ല. അതൊക്കെ ഫുൾ ഓണാണ്. അപ്പൊ ആ എക്സൈറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ടോ ക്യൂരിയോസിറ്റിയിൽ എങ്ങനെ ഇത് ചെയ്യുന്നത്? ഇല്ലേ ചോദിക്കണട്ടോ ഇനി കാണുമ്പോ. ധനുഷ് ആസ് എൻ ആക്ടർ കുറെ ഹെൽപ്ഫുൾ ആണ്. There are some actors who don't interfere too much with your performance. They'll be like, okay, she'll do her own thing. But Dhanush, if he sees that you're doing something, if you can do something better, he'll really come and help you. He'll be like, do it like this. This ingane perform cheyyam. Kaanichirum. Idil കുറച്ച് നോസ് ഫ്ലെയർ ആവുന്നുണ്ട്. നോസ് ഫ്ലെയർ ചെയ്യണ്ട. അത്ര ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ നോക്കും. Or he will say, like he used to always tell me that you have very prominent eyes and lips. So കുറച്ച് ചെയ്താൽ മതി, അത് രജിസ്റ്റർ ആവും. അധികം ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് യു ഡു മോർ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് വെരി ഓവർ ഓൺ ക്യാമറ. ഒരു സട്ടിലായി ചെയ്താൽ മതി. സോ യു ടു ഓൾസോ ആക്ട് ആസ് പെർ യുവർ ഫീച്ചേഴ്സ്. He's like, look at me. He's like, no, he says, he says, look at me, I have small eyes. So I have to do more. True. But if you look at like Fahad Fasil and all, വലിയ കണ്ണാകുമ്പോ അത്ര മതിയല്ലോ ഇമോട്ട് ചെയ്യാൻ വേണ്ടി. Expressive eyes. So he looks at it, of course, emotionally, but also in a very technical way, which is very interesting to get his this thing opinion on it. Okay, last person, Dhyan Srinivasan. Dhyan ചേട്ടൻ അറിയാലോ എല്ലാവർക്കും. എല്ലാവർക്കും അറിയാം. വെറുതെ പുള്ളിനെ കുറിച്ച് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ വാട്ട് ഇസ് ഇറ്റ്? അടിപൊളി ഫുഡിയാണ്.
ധ്യാൻ ചേട്ടനോട് പോയി ഫുഡ് കഴിക്കാൻ ഭയങ്കര favorite quality in a person. I think I will get along with him. അതാരോ പറഞ്ഞായിരുന്നു ധ്യാന്റെ വിനീതേട്ടനായാലോ കേട്ടോ, രണ്ടുപേരും വിനീതേട്ടനും ധ്യാൻ ചേട്ടനും I want to be friends with Dhyan. രണ്ടുപേർക്കും അവരുടെ പ്ലേറ്റില് വിനീതേട്ടന്റെ പ്ലേറ്റ് ഒന്നും എടുക്കാൻ പാടില്ല. അത് ഭയങ്കര ധ്യാൻ ചേട്ടനും അങ്ങനെ കേട്ടോ, അവരുടെ പ്ലേറ്റ് അവരുടെ സാധനം അതൊക്കെ തരും. അങ്ങനെ അവരുടെ പ്ലേറ്റിൽ നിന്നും എടുക്കരുത്, വേണമെങ്കിൽ നീ ഓർഡർ ചെയ്ത് കഴിച്ചോ, എന്റെ പ്ലേറ്റിൽ നിന്നും എടുക്കരുത്. ഓക്കെ, ഇനിയിപ്പോ നെയ്മർ മൂവിയിൽ ചെയ്യുന്ന നെയ്മറിലെ ആക്ടറിനോട് ചോദിക്കട്ടെ, നെയ്മറിനെ അല്ലല്ലോ മെസ്സിയുടെ കളി കണ്ട് ഭയങ്കര ഓടി മെസ്സി കപ്പെടുക്കുന്നത് കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തുള്ളിച്ചാടുന്ന താങ്കളെ ഞങ്ങൾ കണ്ടായിരുന്നു ഒരു ഇൻസ്റ്റ ഷോട്ട്. അല്ല ആക്ച്വലി ഞാൻ റൊണാൾഡോ ഫാനാണ്. ആണോ? നെയ്മറിൽ അഭിനയിക്കുന്നു, റൊണാൾഡോയുടെ ഫാന്, മെസ്സിയുടെ കളി കണ്ട് തുള്ളിച്ചാടി. അതല്ല, അത് ഫൈനലില് അല്ല ഒരു പോർച്ചുഗല് നോക്കൗട്ട് ആയപ്പോ എനിക്ക് മെസ്സി വേൾഡ് കപ്പ് എടുക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് അതിപ്പോ എൻഡ് ഓഫ് ദ ഡേ ഫുട്ബോൾ കാണാൻ അതുകൊണ്ട്. അതെ, പക്ഷെ അത് കണ്ട ശരിക്കും കേട്ടോ ഭയങ്കര ഫാനാണെന്നോ, അജാതി തുള്ളലായിരുന്നു. കാരണം ധ്യാൻ ശ്രീനിവാസന്റെ കൂടെ ഒരു ഇൻസ്റ്റ സ്റ്റോറി ഷോർട്സ് ആണ് ശരിക്കും കണ്ട ശരിക്കും വിചാരിക്കുന്നു. അത് ധ്യാൻ ശ്രീനിവാസന്റെ കൂടെ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോഴും മാത്യു ഇസ് ലൈക്ക് വെരി സൈലന്റ്. ആ മാത്യുവിനെ വയലന്റ് ആയിട്ട് കണ്ട ഒരു വീഡിയോ അതാണ് ആ വീഡിയോ. അത് ഇത്ര വലിയ ഫാനോ എന്ന്. ഓക്കെ, നെയ്മർ മൂവിയുടെ അവസ്ഥ പറയാം, എന്താണ് അവസ്ഥ? നെയ്മർ നെക്സ്റ്റ് മന്ത് റിലീസ് ഉണ്ടാവുമായിരിക്കും. കഴിഞ്ഞോ പരിപാടികൾ? ആക്ച്വലി ഈ പടം കഴിയുന്നതിന് മുമ്പ് ഞാൻ നെയ്മർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പടത്തിൽ ക്രിസ്റ്റിയിൽ ജോയിൻ ചെയ്തത്. നെയ്മർ ഇച്ചിരി വലിയ പരിപാടിയാണ്, 85 ഡേയ്സ് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക അവര്. പിന്നെ പ്ലസ് അവര് എല്ലാ ഭാഷയിലും ഒരുമിച്ച് തന്നെ റിലീസും ഉണ്ട്, ഹിന്ദിയിലും തമിഴിലും കന്നഡയിലും ഒക്കെ ഉണ്ട്. അപ്പോ അതിന്റെ ഒക്കെ ഒരു സാധനം നടക്കുന്നുള്ളൂ. പ്രോബബ്ലി നെക്സ്റ്റ് മന്ത്. ബിഗ് ഷോട്ട് ആണ്, ബിഗ് ഷോട്ട് അല്ലേ? ഇനി മാളുവിന്റെ പരിപാടികൾ എന്താണ് 2023-ല്? ഹിന്ദി മൂവി ഫിൽമിംഗ് നടക്കുന്നുണ്ട്. ഒരു ഹിന്ദി മൂവി ഫിൽമിംഗ് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞു. അതൊരു ആക്ഷൻ ആൻഡ് VFX ഹെവി ഫിലിമാണ്. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഒക്കെ നടക്കുന്നുണ്ട്, കുറച്ച് എക്സ്ട്രാ ടൈം എടുക്കുന്നുണ്ട്. സോ ദാറ്റ് വിൽ റിലീസ് ദിസ് ഇയർ. പിന്നെ ഞാൻ തമിഴിൽ തങ്കളാൻ പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. പാരഞ്ജിത്ത് സർ ഡയറക്ട് ചെയ്യുന്നു, വിക്രം സർ ആക്ട് ചെയ്യുന്നു, പാർവതി ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ദാറ്റ്. സോ ദാറ്റ് പ്രോജക്റ്റ് ദാറ്റ് ഈസ് എ ക്രേസി. 2023 ആണ്. 2023 ആണ്. അതെ, അത് കുറച്ചൊരു മിനിമം ഒരു 3-4 months ഇനിയും ഷൂട്ട് ഉണ്ടാവും. പിന്നെ ഒരു തെലുങ്ക് പടം ചെയ്യുന്നുണ്ട്. നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങി അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല പ്രോജക്റ്റ്. അപ്പൊ എനിക്കത് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. സീക്രട്ട് എവറിത്തിങ് ഇസ് എ സീക്രട്ട് ടിൽ ദേ അനൗൺസ് ഇറ്റ്. ഓക്കെ, ശരി. ഇനി മാളുവിന്റെ ഒരു പോസ്റ്റില് കൊറോണയുടെ സമയത്ത് യു ടോൾഡ് ലൈക്ക് വൊറേഷ്യസ്ലി വാച്ച്ഡ് മലയാളം മൂവീസ്, അത്രയും മലയാളം സിനിമകൾ കണ്ടിട്ടുണ്ട് കോവിഡ് ടൈമില് എന്ന്. നമ്മുടെ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ സമയത്ത് തന്നെ എഴുതിയേക്കുന്നത്. അപ്പം അങ്ങനെ കണ്ടതിൽ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത അല്ലെങ്കിൽ ഇപ്പോഴും തലയിൽ കിടക്കുന്ന ഇനിയും കാണാൻ ഇഷ്ടമുള്ള ഒരു സിനിമ ചോദിച്ചാൽ ഏതാ പറയാ? ലോക്ക്ഡൌൺ പീരീഡിൽ ആ ടൈമിൽ കണ്ട മലയാളം മൂവീസിൽ വന്നതിലല്ല, ലോക്ക്ഡൌൺ ടൈമില് മാളു കണ്ടിട്ടുള്ള. ഞാൻ ആക്ച്വലി കുമ്പളങ്ങി കണ്ടത് ലോക്ക്ഡൌണിന്റെ സമയത്താണ്. Which year did it release? 2019. ഞാൻ ആ സമയത്ത് കണ്ടിട്ടില്ല. No. ഞാൻ ലോക്ക്ഡൌൺ സമയത്താണ് കണ്ടത്. And I've rewatched it a lot of times after that. I really like it. ഞാൻ ഡിഫറെന്റ് ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ബ്രദറിനെ ഇവിടെ കണ്ടിട്ടുണ്ട്. So I've kept, there's something very rewatchable about that movie. അല്ലേ? ഒരു വൺ ടൈം വാച്ച് അല്ല അത്. You can keep going back. എത്ര പ്രാവശ്യം വേണേലും കാണാം. അതേപോലെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഒക്കെ I really like it. You know, I thought Nimisha was lovely in the movie. The movie was very, you know, very nice. But I wouldn't want to go back and watch it. Yeah, but Kumblangi was my... കുമ്പളങ്ങി ഒരു ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണ്. ഇപ്പോഴും ടി വിയിൽ വന്നാലൊക്കെ നമ്മളിരുന്ന് കാണുന്ന ഒരു സിനിമയാണ്. അതുപോലെ ജസ്റ്റ് ബിഫോർ കൊറോണ 2019 8 രാജ്യങ്ങളിൽ ഒരൊറ്റ വർഷം ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചു. ശരിക്കും I'm very impressed with her research level. ശരിക്കും അങ്ങനെ ഒരൊറ്റ
വർഷം കൊണ്ട് 8 രാജ്യങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ട്രാവൽ ഫ്രീക്ക് അല്ലേ? എനിക്ക് ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ. പിന്നെ നമുക്ക് ഐ ഫീൽ ലൈക്ക് ആസ് എൻ ആക്ടർ വി ആർ ഓൾവേസ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇൻ്റർവ്യൂസ് ആണെങ്കിലും ഫിലിം സെറ്റ് ആണെങ്കിലും ഫിലിംസ് ആണെങ്കിലും വി ആർ ഓൾവേസ് ബീങ് ഒബ്സർവ്ഡ്. You know, people are always by nature of the profession. Mathunalla, but that is literally the job, the art that we're doing, that people are watching us. So I feel like things like travel and photography and all for me are things where I get to observe, you know, because you really need that balance. You need to be an observer to bring those elements and then be an observee. I just made that up. But, otherwise, if I'm only being observed, now our human nature aanu namak if we feel somebody is looking at us, we'll be very conscious. We become conscious allengilum we start thinking more internally and not observing the elements around us. Which travel really balances out. You're a nobody. You're with a backpack, or you know you're seeing how different cultures are, different food habits, sociological environment, and I feel it helps. Everything helps our profession also. Plus I like traveling. Okay. അപ്പോൾ ഈ ട്രാവൽ ചെയ്തതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരൊറ്റ കൺട്രി ചോദിച്ചാൽ ഏത് പറയും? എനിക്ക് ഒരു ഡിഫറെന്റ് രീതികളിൽ എന്നെ സ്റ്റിമുലേറ്റ് ചെയ്ത ഒരു കൺട്രി വിയറ്റ്നാം ആയിരുന്നു. ക്വിസീൻ വൈസ്, കൾച്ചർ വൈസ്, കളേഴ്സ് വൈസ്, ടോപ്പോഗ്രഫി, ലാൻഡ്സ്കേപ്പ്, everything, you know, night life, everything wise, it's a very fun country, Vietnam. Okay. എന്തായാലും ക്രിസ്റ്റിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ വി ആർ റെഡി ടു ട്രാവൽ ത്രൂ ക്രിസ്റ്റി. ക്രിസ്റ്റിയെ കുറിച്ച് നിങ്ങൾക്ക് ഇനി പറയാനുള്ളത് എന്താണോ പറയാനുള്ളതൊക്കെ ഇവിടെ പറയണം. ഇതിപ്പോ ഐ ഫീൽ ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഞാൻ റീസെന്റ് ടൈംസിൽ കുറെ മലയാളം പടങ്ങളൊക്കെ I've been following, I think Malayalam films a lot more since OTT has come into being. Because busy schedules ഒക്കെ കാരണം in case theater നമ്മൾ പടം മിസ് ചെയ്താലും you can watch it anywhere anytime. Plus I'm a Malayali, so everything, because of all reasons, ഒരു big nostalgia factor ഉണ്ട് when it comes to Malayalam movies. And I feel like as an audience I haven't seen ഒരു നല്ലൊരു love story or something in that space, or love emotion space. ഞാൻ കുറെ റീസെന്റ് ഇയേഴ്സിൽ ഞാൻ കണ്ടിട്ടില്ല, യുനോ. ആൻഡ് അപ്പോൾ ക്രിസ്റ്റി ഒരു ഡിഫറെൻറ്റ് സ്പേസ് ആണ് കമ്പയർ ടു എവറിഥിങ് ദറ്റ്സ് കം ഔട്ട് ഇൻ റീസെന്റ് ടൈംസ്. ആൻഡ് ഐ വുഡ് ഓൾസോ സേ it's a visual treat. It's also a treat when it comes to music. നമ്മൾ പടത്തിൽ യൂസ് ചെയ്യുന്ന ഒരു 3-4 സോങ്സിന്റെ സ്ക്രാച്ച് ഇല്ലേ, ഒരു റഫ് സ്ക്രാച്ച് ഗോവിന്ദ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വിതൗട്ട് ലിറിക്സ് ഓർ എനിത്തിങ്. ആൻഡ് ഈവൻ ദോ we've heard it like 100 times while shooting, I still, the track, it's so beautiful. Hopefully you'll feel the same when the songs come out, the audio launch happens. എപ്പോഴാ വരാത്? എനിക്കറിയാം. അല്ല ഇനിയിപ്പോ എല്ലാം സ്റ്റാർട്ട് ആവും. നമ്മുടെ പ്രൊമോഷൻസ് ഹാവ് ഒരു ഫുൾ സ്വിംഗിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡിഫറെന്റ് കോണ്ടന്റ്, എക്സൈറ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റും ബിറ്റ്സ് ഒക്കെ നൗ ഇറ്റ് വിൽ കം. So in every sense, visually, musically, and as a story, a lot of boys have a very strong relatability factor, but a strong relatability. പോയിന്റില് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്ത് അല്ലെങ്കിൽ അറിയാവുന്നവരുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യുന്ന സ്റ്റോറിയിൽ ഇങ്ങനെ പറയുമ്പോ എല്ലാരും പറയാ എനിക്ക് ഇങ്ങനെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ക്രഷ് ഉണ്ടായിട്ടുണ്ടാവും. ഈ സൊസൈറ്റിയുടെ ഇതുകൊണ്ടാ ബോയ് ഷുഡ് ബി ദ എൽഡസ്റ്റ്. പെൺകുട്ടിക്ക് പ്രായം കുറവായി. ഇപ്പൊ നമുക്കും ഉണ്ടാവുമല്ലോ, നമ്മള് പെൺകുട്ടികൾക്ക് ചില സാറുമാരോടൊക്കെ ഭയങ്കര ഒരു ക്രഷ് ഒക്കെ തോന്നില്ലേ, അതുപോലെ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആ ഒരു ഇതില് കുറച്ച് റിലേറ്റബിൾ ആയിരിക്കും. അവരെ അതൊക്കെ ഓർമ്മപ്പെടുത്തുന്നു. അവരുടെ ചേച്ചിനെ റിലേറ്റബിൾ ആയിരുന്നു. ഇല്ല എനിക്കില്ലായിരുന്നു. ഓക്കെ, അപ്പം മൂവി ഇറങ്ങട്ടെ. മൂവി കണ്ടിട്ട് ബാക്കി ഞങ്ങള് എന്താ റിവ്യൂസ് ആയിട്ട് തകർക്കുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ്. 2023 ഒരു കിഡിലൻ വർഷമായിരിക്കട്ടെ രണ്ടുപേർക്കും. താങ്ക് യു സോ മച്ച്.